ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശയാണ്. അതിനാവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നും അരിയും നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെയാണ് അത് അരയ്ക്കുന്നത്. 1 കപ്പ് ഉഴുന്നിന് 2.5 കപ്പ് അരിയാണ്, പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. ആ 1 കപ്പ് ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാനിട്ടു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അരി അതുപോലെ 1 കപ്പ് ഉഴുന്നിന് 2.5 കപ്പ് അരി ഉപയോഗിക്കുന്നു. 2.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് 2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 6 മണിക്കൂറോളം ഈ അരി ഉഴുന്നും കുതിർത്തതിന് ശേഷമാണ് അരയ്ക്കുന്നത്. അത് കുതിർത്തിരിക്കുന്ന അതേ വെള്ളത്തിൽ തന്നെയാണ് അരയ്ക്കുന്നത്. ഇവിടെ ചോറോ അവലോ ഒന്നും ചേർക്കാതെ വളരെ ക്ലാസിക്കലായിട്ടാണ് ഈ മാവ് തയ്യാറാക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉഴുന്നിനകത്തുള്ള നാച്ചുറൽ ഈസ്റ്റ് നഷ്ടപ്പെടാതെ മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വളരെ സഹായിക്കും. അതുകൊണ്ടാണ് ആ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. ഉഴുന്ന് അരയ്ക്കാൻ പോവുകയാണ്. ബ്ലെൻഡറിൽ 1 കപ്പ് ഉഴുന്നും അതിൻ്റെ വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അരിയും ഉഴുന്നും അരച്ച് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കാരണം ഉഴുന്നും അരിയും തമ്മിൽ നന്നായിട്ട് യോജിക്കണം. അതിന് ശേഷമേ ഇത് നന്നായിട്ട് പൊങ്ങുകയുള്ളൂ. എയർ കണ്ടീഷണർ ഇട്ടിരിക്കുന്ന വീടുകളും അതുപോലെ തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലത്തുള്ളത് ഒരു മിനിമം 12 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങാൻ വെക്കേണ്ടി വരും. ചൂടുള്ള സ്ഥലത്ത് 12 മണിക്കൂർ താഴെ ആയാലും മതി. പൊട്ടാറ്റോ മസാല തയ്യാറാക്കാനുള്ള ചേരുവകളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 3 ഇടത്തരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, അത് തൊലി കളഞ്ഞിട്ട് ഉടച്ചിട്ടെടുക്കണം. ഇത് ഏകദേശം 500 ഗ്രാമോളമുണ്ട്. 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 വലിയ സ്വീറ്റ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, ഏകദേശം ഇത് 400 ഗ്രാമോളമുണ്ട്. 3 ടേബിൾ സ്പൂൺ എണ്ണ, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾ, കുറച്ച് കറിവേപ്പില, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത 2 പച്ചമുളക്, 20 ഗ്രാമോളം ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. മസാല തയ്യാറാക്കാനുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കും. ഇതോടൊപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർക്കുകയാണ്. ഉള്ളി പകുതിയിലധികം ഒന്ന് വഴണ്ട് ഞാൻ ഇതിനകത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് ഇനി മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുക്ക് ചെയ്ത് ഉടച്ച് വെച്ചിരുന്ന പൊട്ടാറ്റോ ചേർത്ത് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ചൊന്ന് ബോയിൽ ചെയ്യണം. ഉരുളക്കിഴങ്ങ് ഒരുപാട് മാഷ് ചെയ്യേണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാനിതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് തിളപ്പിക്കണം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചു. ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. എടുത്തു വെച്ചിരുന്ന ഗരം മസാലയും മസാല ഒരല്പം ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. പലരും കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് അല്ലെങ്കിൽ മട്ടർ, ഇത് വളരെ ടെൻഡറായിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇത് ഹാഫ് കുക്ക്ഡ് ആണ്. ഇത് ഞാൻ അല്പം ചേർക്കുകയാണ്. ഗ്രീൻ പീസ് ഓപ്ഷണലായിട്ട് ചേർക്കുകയാണ്. ഗ്രീൻ പീസ് വേണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്.
ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. തക്കാളിയും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരല്പം പുളിപ്പും കൂടെ വന്ന് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനകത്തേക്ക് ഞാനിനി മല്ലിയില ചേർത്തിട്ട് തീ അണയ്ക്കുകയാണ്. ദോശയ്ക്ക് അരച്ചു വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കുകയാണ്. പഞ്ചസാര ദോശയ്ക്ക് നല്ല നിറം കിട്ടാൻ സഹായിക്കും. മാവിൻ്റെ കൺസിസ്റ്റൻസി വളരെ കറക്റ്റാണ് ദോശ ചുടാനായിട്ടുള്ളത്. മസാല ദോശ ചുടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇരുമ്പ് ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്. ഞാനതിലേക്ക് ഏകദേശം 1.5 തവി മാവോളം ചേർത്ത് നല്ല തിന്നായിട്ട് പരത്തുകയാണ്. അല്പം നെയ്യും എണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണിത്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊരല്പം ചുറ്റിച്ചു കൊടുക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന മസാല ദോശയിൽ അവർ വളരെ നന്നായിട്ട് എണ്ണയും നെയ്യും ഒക്കെ ഒഴിക്കും. അതുകൊണ്ടാണ് ആ ടേസ്റ്റ് വരുന്നത്. നമ്മൾ എണ്ണ ഒഴിച്ചില്ലെങ്കിൽ അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ദോശയുടെ അടിഭാഗം നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് മസാല വെച്ചെടുക്കേണ്ടത്. ഈ ദോശ സാധാരണ തിരിച്ചിടാറില്ല. ഓരോ പ്രാവശ്യവും ദോശക്കല്ലിൽ കുറച്ച് നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുന്നത് നല്ലതാണ്. ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനും ദോശ നന്നായിട്ട് പരത്താനും ഇത് ഉപകരിക്കും. ഇത് അരിയും ഉഴുന്നും ഉലുവായും മാത്രം ചേർത്തുണ്ടാക്കിയ ദോശയാണ്. ചോറും ചവരിയും അവലും പരിപ്പും ഒന്നും ചേർക്കാതെ തന്നെ വളരെ ക്രിസ്പിയായിട്ടും ടേസ്റ്റിയായിട്ടും നമുക്ക് ദോശ ഉണ്ടാക്കാം. അതുപോലെ മസാലയും വളരെ രുചികരമാണ്. ചട്നിയോ സാമ്പാറോ ഇല്ലാതെ പോലും ഈ മസാല ദോശ ചൂടോടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. കമൻ്റ് എഴുതാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching this video.